പെരിന്തൽമണ്ണ മണ്ഡലത്തിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യും എന്ന നില സ്വീകരിച്ചിരുന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VP മുഹമ്മദ് ഹനീഫയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയൊരു പോരാട്ടം, അതായത് ആദ്യഘട്ടത്തിൽ UDF സ്ഥാനാർത്ഥി പ്രചാരണ രംഗത്ത് സജീവമായി, പിന്നീടാണ് LDF സ്ഥാനാർത്ഥി രംഗത്തേക്ക് വരുന്നത്. പക്ഷേ LDF സ്ഥാനാർത്ഥി കളം നിറഞ്ഞതോടെ പിന്നെ കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത്. ഇപ്പോൾ ഒട്ടൊക്കെ ജനങ്ങളെല്ലാം അവരുടെ സമ്മതിദാനമൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു മാസം മെയ് 4 വരെ കാത്തിരിക്കണം. ആകാംക്ഷയുടെ നാളുകളാണ്. LDFന്റെ പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കളൊക്കെ ഓരോ കണക്കുകളൊക്കെ പറഞ്ഞായിരുന്നു വിജയത്തിന്റെ കാര്യത്തിൽ. LDFന്റെ താങ്കൾക്ക് എന്താ പറയാൻ പറ്റുക ജനങ്ങളോട്? വിജയപ്രതീക്ഷയിലാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ സജ്ജമായ ഒരു ടീം വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ ആവേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വളരെ സജ്ജമായിട്ട് മുമ്പ് ശശിയേട്ടനൊക്കെ നിന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണയൊക്കെ പോലെ തന്നെ വലിയ ഇറക്കം ഒന്നിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, CPIM-ന്റെ പ്രവർത്തകർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹപാഠികളായിട്ടുള്ള ആളുകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആഗ്രഹിച്ചിറങ്ങി. പെരിന്തൽമണ്ണ മണ്ഡലത്തിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യും എന്ന നില സ്വീകരിച്ചിരുന്നു. അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല റിസൾട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞത് 7000 മുതൽ 10000 വരെ, അതിൽ കൂടുതൽ വോട്ടിനൊക്കെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് അവർ ആത്മവിശ്വാസത്തോടു കൂടി നമ്മോട് പ്രതികരിച്ചത്. അപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ എപ്പോഴും അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അടിത്തട്ടിലെ പ്രവർത്തനവും അടിയൊഴുക്കുകളുമാണല്ലോ ഈ ഗതി നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ താങ്കൾക്ക് വിജയിക്കാവുന്ന ഘടകങ്ങളായി തോന്നി എന്താണ്? ഈ മണ്ഡലത്തിലെ വികസന കുറവുകൾ നികത്താൻ നമ്മൾ തയ്യാറാകുമെന്ന ജനം മനസ്സിലാക്കിയിട്ടുണ്ടായി. മറ്റൊന്ന് UDF ആണെങ്കിലും LDF ആണെങ്കിലും വളരെ മര്യാദയോടുകൂടിയുള്ള ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പാണ്. നല്ല പൊളിറ്റിക്കൽ ക്യാമ്പയിനിങ് ആയിരുന്നു. വികസനമായിരുന്നു പ്രധാന ചർച്ച. വ്യക്തിപരമായോ മറ്റൊന്നും ആക്ഷേപങ്ങൾക്കും മറ്റുമൊന്നുമില്ലാത്ത നല്ല മാതൃകാപരമായ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാം. അതിന് പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിൽ പ്രവചനാതീതം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ആവേശത്തിൽ നിന്ന് ഒട്ടും പറകോട്ട് പോകാതെ നിൽക്കുന്നു എന്നുള്ളത് പോളിംഗിന് ശേഷവും ഞങ്ങൾ വിജയിക്കും എന്നിടത്തേക്ക് ഞങ്ങളെ സഖാക്കൾ, പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എത്തുന്നത് വളരെ താഴെ തലത്തിലെ വിലയിരുത്തലിന്റെ ഭാഗമായി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിൽ കുറഞ്ഞൊന്നും ഈ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഈ ശരിക്കും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു 7000-ഓളം അല്ലെങ്കിൽ 6000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറഞ്ഞത്, അവർ പ്രതികരിച്ചത്, അഭിപ്രായപ്പെട്ടത്. ഇത് നേരെ ഞങ്ങളുടെ ചാനലിലല്ലെങ്കിൽ പോലും നേരിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. താങ്കളുടെ ഒരു കണക്കുകൂട്ടലിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, അടിയൊഴുക്കുകൾ, അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ പ്രവചനാതീതമായ അവസാന ഘട്ടത്തിൽ മാറിയപ്പോൾ താങ്കളുടെ ഒരു ഇതിൽ കണക്കുകൂട്ടലിൽ ഏകദേശം LDF ശശികുമാരൊക്കെ ജയിച്ചതിന് ശേഷം VP മുഹമ്മദ് ഹനീഫ എന്ന തരത്തിലേക്ക് വരുമ്പോൾ താങ്കളുടെ കണക്കുകൂട്ടൽ എത്ര വോട്ടിൽ ജയിക്കാം? അങ്ങനെ വോട്ടിന്റെ കണക്ക് വെച്ച് പറയുന്നതിനേക്കാൾ ഉപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ ജയിക്കാതിരിക്കാനുള്ള ഒരു കാരണവും ഞങ്ങൾ കണ്ടു. ഐക്യ ജനാധിപത്യ മുന്നണി അവരവരുടെ വാദം പറയുമ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ നമ്മളുടെ വാദം പറയാം. അതിനപ്പുറത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഈ മണ്ഡലത്തിന്റെ വിവിധ കോണുകളിൽ പോയപ്പോൾ നിങ്ങളുടെ ഒരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തെ നിങ്ങൾ അളന്നാൽ ഈ മണ്ഡലത്തിൽ ആര് തെരഞ്ഞെടുക്കപ്പെടും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. ഒന്ന്, മോശമല്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ജയിക്കാൻ പോകുന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാന ഘടകം കേരളത്തിൽ 10 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം കേരളത്തിൽ.
അത് കേരളത്തിലെ മറ്റ് പല മേഖലകളിലും നടന്നപ്പോൾ പെരിന്തൽമണ്ണ ഇതിൽ നിന്ന് വേറിട്ട് നിന്നു. അതുകൊണ്ട് പെരിന്തൽമണ്ണയിലും കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ പോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കണം എന്ന വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിന്ത മണ്ഡലത്തിലെ ജനത്തിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നല്ല രീതിയിൽ അണിനിരക്കാൻ തയ്യാറായത്. അതുകൊണ്ടാണ് കംഫർട്ടബിൾ മാർജിൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ ജനം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ മണ്ഡലത്തിലെ കുറവുകൾ അറിഞ്ഞുകൊണ്ടാണ്. മറ്റ് മണ്ഡലങ്ങളിൽ ആ കുറവുകൾ ഉണ്ടായില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിനെ അസസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ പറയുന്നത് കംഫർട്ടബിൾ മാർജിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെടും. അർബൻ ബാങ്കിന്റെ ചെയർമാൻ കൂടിയാണ് VP മുഹമ്മദ് ഹനീഫ. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് താഴെത്തട്ടിലെ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ അവർ ഇടതുപക്ഷ ആഭിമുഖ്യത്തിൽ വളരുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതായത് പ്രവർത്തകർക്ക് മാത്രമല്ല ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും. ഇപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞത് വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ്. ഇത്തവണ രാഷ്ട്രീയമായ മത്സരമാണ് നടന്നത്. വ്യക്തിഹത്യ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. UDF-ഉം LDF-ഉം മത്സര രംഗത്ത് സജീവമായി വേറെ ഒരു തരത്തിലേക്കും പ്രചാരണ രംഗം പോയില്ല എന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയ രംഗം എന്താ പറയാ മാന്യമാവുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടെടുത്ത് ഏതായാലും അദ്ദേഹം പറഞ്ഞു കംഫർട്ടബിളായി, അതായത് പ്രതീക്ഷിക്കാവുന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു കണക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ പോലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് VP മുഹമ്മദ് ഹനീഫ ചാനൽ 10 പങ്കുവച്ചത്. ഏതായാലും ഒരുപാട് സ്വപ്നങ്ങൾ, ഈ നാടിൻ്റെതായ ഒരുപാട് സ്വപ്നങ്ങൾ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ആദ്യ കാര്യങ്ങൾ അത് പലവട്ടം പറഞ്ഞുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ വിജയത്തോടു കൂടി കഴിയും എന്ന് പല ആളുകളും, അതായത് ഇടതുപക്ഷ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നടപ്പാക്കാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. ഇനി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു തലത്തിലേക്ക് റിസൾട്ട് പോയാലും പോകില്ല എന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അപ്പോഴും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരോ അവരോടൊപ്പം അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവരോടൊപ്പം നിൽക്കും. നാടിന്റെ വികസനം പ്രധാനമാണ്. രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന ആദർശപരമാണ്. ആദർശാത്മകമായി നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അതിൽ വ്യക്തിക്ക് പ്രസക്തിയൊന്നുമില്ല. പക്ഷെ നമ്മൾ വ്യക്തിത്വത്തിന്, വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മാതൃകാപരമാണ് എന്ന് പറയാൻ കാരണം വളരെ പക്വമായിട്ടുള്ള രാഷ്ട്രീയമാണ് താഴെ തലത്തിൽ പോലും ആളുകൾ എടുത്തിട്ടുള്ളത്. അത് വളരെ നല്ലതല്ലേ? നമ്മൾ ഒരാളെ വ്യക്തിപരമായി പറയാൻ പാടില്ല. ആളുകൾക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാവും. എന്നിൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് എന്റെ കുറവുകളാണ്. എന്നിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ച ഗുണമാണ്. അതുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഞാൻ എന്തൊക്കെ ഞാനല്ല വേണ്ടത്, ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ടത്. എന്റെ പ്രസ്ഥാനം എന്നിൽ പഠിപ്പിച്ച ഗുണങ്ങളാണ് ഞാൻ സമൂഹത്തോട് പറയുന്നത്. ആ നിലയ്ക്ക് എന്തെങ്കിലും കുറവുകൾ ഇനി എന്റേത് മാത്രവും എന്നിൽ എന്തൊക്കെ ഗുണമുണ്ടോ അത് ഞാൻ സമൂഹത്തിൽ നിന്ന് എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് പഠിച്ചതാണ്. ആ പഠിച്ച ഗുണമാണ് അത്. ഈ തെരഞ്ഞെടുക്കപ്പെടുന്നതോടുകൂടി മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. തെരഞ്ഞെടുക്കപ്പെടും, നല്ല രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടും, നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ഇനി മറ്റൊരു റിസൾട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഏത് തലത്തിൽ വന്നാലും നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നവരാണല്ലോ. അപ്പോ ഈ മണ്ഡലത്തിലെ മറ്റ് വികസന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ നമുക്ക് ചേർന്ന് നിൽക്കണം. രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം വേണം, പക്ഷേ വികസനത്തിന് ഒറ്റ രാഷ്ട്രീയമുള്ളൂ, വികസന രാഷ്ട്രീയം. ആ വികസന രാഷ്ട്രീയത്തെ നമുക്ക് സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഏതായാലും അതും അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ അത് റിസൾട്ട് മറ്റൊരു തരത്തിലായാൽ പോലും വികസനത്തിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. ആരാണോ ഇവിടെ ജനപ്രതിനിധി അവരോടൊപ്പം ചേർന്ന് നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിപ്പിച്ച് എല്ലാവരോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി അദ്ദേഹം നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ, അദ്ദേഹം ചിന്തിക്കുന്നത് പോലെ, ആ പോസിറ്റീവായ ചിന്ത പോലെ തന്നെ നമ്മുടെ നാടിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ, വികസനത്തിലെ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ച് നാടിനു വേണ്ടി ഒന്നിച്ച് നിൽക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും ആശംസിക്കാനുള്ളത്. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണ, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്.
വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.